കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ശ്രീ തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരാജയം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ പരാജയ ഭയത്താൽ എന്തും വിളിച്ചു പറയുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ശ്രീ തരൂർ ചെന്നെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങളിലൂടെ പുറത്തു വരുന്നത്. കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് UDF തന്നെയാണ്. 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഒരിടത്തും NDA അല്ലെങ്കിൽ BJP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുഖ്യ എതിരാളിയായി വന്നിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ചിത്രം ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ 15 വർഷമായിട്ട് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്ന നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ ചില പക്ഷികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, വർഷത്തിലൊരിക്കൽ വന്നു ചേരുന്ന ദേശാടന കിളികളെക്കുറിച്ച്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം 5 വർഷത്തിലൊരിക്കൽ മാത്രം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വന്നിറങ്ങുന്ന ഒരു ദേശാടന കിളി മാത്രമാണ്. ഒരു വർഷത്തിലൊരിക്കലും വരാൻ അദ്ദേഹത്തിന് സൗകര്യമില്ല. ഞാൻ ഇന്നിപ്പോൾ രാവിലെ മുതൽ ഈ നേരം അത്രയും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയിലായിരുന്നു. അവിടെ കൂടി ആയിരക്കണക്കായിട്ട് ആളുകളോട് ഞാൻ ചോദിച്ചു, പല കവലകളിലും ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ദേശാടന കിളിയെ 5 വർഷത്തിനിടയിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ കൂടിയ ആളുകളെല്ലാം പറഞ്ഞു കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം 5 വർഷത്തിലൊരിക്കൽ വരിക. കഴിഞ്ഞ 15 വർഷമായിട്ട് ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. ആദ്യത്തെ 5 വർഷക്കാലം നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു. ഒരു കേന്ദ്രമന്ത്രിക്ക് ഒരു നിയോജക മണ്ഡലത്തിൽ, സ്വന്തം നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് തിരുവനന്തപുരം നഗരത്തിലെ പ്രഗത്ഭരായിട്ടുള്ള മാധ്യമപ്രവർത്തകരോട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാനൊരു കൊച്ചു മന്ത്രിയായിരുന്ന ആളാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിയായിരുന്ന ആളാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും. 5 വർഷക്കാലം ഈ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയതേയില്ല. അദ്ദേഹത്തിൻ്റെ വക ഒരു കോൺട്രിബ്യൂഷനും അദ്ദേഹം മന്ത്രിയായിരുന്ന 5 വർഷക്കാലം ഉണ്ടായിട്ടില്ല. വീണ്ടും 10 വർഷക്കാലം അദ്ദേഹം പാർലമെൻറ്റ് അംഗമായി. ഞാൻ വളരെ വിനയത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വക, നിങ്ങളുടെ സിഗ്നേച്ചർ പുരണ്ട ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കും? നിങ്ങൾ നോക്കൂ, കഴിഞ്ഞൊരു ദിവസം ഒരു മാധ്യമത്തിന് കൊടുക്കുന്നതായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. സത്യത്തിൽ എങ്ങനെ നിങ്ങളുടെ എല്ലാം മുന്നിൽ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള ഒരു യാത്രാമധ്യേ വിമാനത്തിൽ വെച്ച് ഈ അദാനിയുടെ മകനെ കണ്ടുവെന്നും അയാളോടൊപ്പം സംസാരിച്ചുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം പദ്ധതി വന്നു എന്നും പറയത്തക്ക വിവരക്കേടെന്ന് ഞാൻ പറയുന്നില്ല. ഒരുതരം അഹന്തയുടെ കൊടുമുടിയിലേക്ക് ഒരു ജനപ്രതിനിധി മാറുകയാണ്. കഴിഞ്ഞ 50 വർഷക്കാലത്തെ തലസ്ഥാനവാസികളുടെയും നമ്മുടെ സംസ്ഥാന ജനങ്ങളുടെയും ആഗ്രഹമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. നിരവധി ഗവൺമെൻറ്റുകളുടെ കഠിന പ്രയത്നം അതിനകത്തുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ മാത്രമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും, ഈ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ഒരു വർഷക്കാലത്തിലധികം ദൈർഘ്യമുണ്ടായിരുന്ന ഒരു ദിവസം പോലും നമ്മൾ നടത്താതിരുന്നില്ല. എല്ലാ ദിവസവും നടത്തിയിരുന്നതായിട്ടുള്ള സമരത്തെക്കുറിച്ച്, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നടത്തിയ അഖണ്ഡ സമരമായിരുന്നു. തിരുവോണത്തിനും നടത്തി, ക്രിസ്മസിൻ്റെ അന്ന് നടത്തി, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പെരുന്നാളുകളിലും നടത്തി. അതൊക്കെ ജനകീയമായിട്ടുള്ള മുന്നേറ്റങ്ങളായിരുന്നു. അതിൻ്റെ തുടർച്ചയായി വിവിധ ഗവൺമെൻറ്റുകൾ എടുത്ത നടപടികളുണ്ട്. ഏറ്റവും അവസാനം നിശ്ചയദാർഢ്യത്തോടു കൂടി ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഉണ്ടാക്കിയ എഗ്രിമെൻറ്റുകളോട്, ചില വ്യവസ്ഥകളോടെല്ലാം വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നെങ്കിലും ആ പദ്ധതി അതിൻ്റെ പേരിൽ നിന്നു പോകരുത് എന്നു കരുതി ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തി ഈ തലസ്ഥാനത്തിനും സംസ്ഥാനത്തിനും വേണ്ടി കാണിച്ചൊരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായി വന്നൊരു പദ്ധതിയെ പുള്ളി വില കുറച്ച് കാണുന്നത് എങ്ങനെയാണ്? എന്തോ വിമാനത്തിൽ പോയപ്പോഴത്തേക്ക് വിമാനത്തിൽ വെച്ച് കണ്ട ഒരാളോട് ഇങ്ങനെ സംസാരിച്ചു, നിങ്ങളൊന്ന് കോട്ട് ചെയ്യണേ,
കോട്ട് ചെയ്തിട്ട് ഈ കാര്യമൊക്കെ നടത്തണമെന്ന് പറഞ്ഞ് എങ്ങനെ പറയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വരെ പറയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ പന്ന്യനെക്കുറിച്ച്, പന്ന്യൻ ആരാണെന്ന് യഥാർത്ഥത്തിൽ തരൂരിന് അറിയില്ല. തരൂർ പന്ന്യൻ ഈ രാജ്യത്ത് തൊഴിലാളി പ്രവർത്തനം നടത്തുകയും വിദ്യാർത്ഥി പ്രവർത്തനം നടത്തുകയും യുവജന സംഘടനാ പ്രവർത്തനം നടത്തുകയും അധികാരി വർഗത്തോട് നിരന്തരമായിട്ട് ഏറ്റുമുട്ടുകയൊക്കെ ചെയ്തപ്പോൾ സുഖശീതളിമയുടെ അങ്ങേ അറ്റത്തെ കൊടുമുടിയിൽ കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന് ഈ പന്ന്യനെ മനസ്സിലാക്കാനൊന്നും സാധിച്ചിട്ടില്ല. എന്തൊരു അന്യായമാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ 18 വർഷമായിട്ട് രാജ്യസഭാ മെമ്പറായിട്ട് കർണാടകത്തിൽ കഴിയുന്ന ഒരാളാണ്. ഈ തിരുവനന്തപുരമായിട്ട് അദ്ദേഹത്തിന് വല്ല ബന്ധമുണ്ട്. അദ്ദേഹം ബഹുശതകോടീശ്വരൻ, ശതകോടീശ്വരൻ ഒന്നുമല്ല, ബഹുശതകോടീശ്വരൻ. എനിക്കറിയില്ല ഇങ്ങനെ ഒരു 141 കോടി രൂപ വിലയുള്ള ഒരു ജെറ്റ് വിമാനം സ്വന്തമായിട്ടുള്ള ഒരാളെന്നൊക്കെ കേട്ടു. അറിയില്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാത്തൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു ബഹുശതകോടീശ്വരൻ ഈ നാട്ടുകാർക്കാർക്കും അറിയില്ല. ഈ നാടിന് വേണ്ടി ഒരു ചുക്കുഞ്ഞുണ്ടാകുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹവും കേന്ദ്രമന്ത്രിയായിരുന്നു, IT മന്ത്രിയായിരുന്നു. ഈ തിരുവനന്തപുരത്ത് മത്സരിക്കാനൊരു പരിപാടി ഇട്ടിരുന്നുവെങ്കിൽ IT മേഖലയിൽ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ചെയ്തിട്ട് വരാമെന്ന് കരുതിയില്ലല്ലോ. എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ IT മന്ത്രി എന്നുള്ള നിലയിൽ ഈ BJPയുടെ സ്ഥാനാർത്ഥിക്ക് തിരുവനന്തപുരത്തിൻ്റെ IT മേഖലയുടെ വളർച്ചയിലുണ്ടോ? പറയട്ടെ. 5 വർഷക്കാലം അദ്ദേഹം IT മന്ത്രിയായിരുന്നല്ലോ. ഈ രാജ്യം എന്ന് പറയുന്നത്, ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമില്ലേ? തിരുവനന്തപുരത്ത് മത്സരിക്കാൻ അദ്ദേഹത്തിന് പരിപാടി ഉണ്ടായിരുന്നല്ലോ. ആ പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് അതൊന്നും അല്ലാതെ തന്നെ യഥാർത്ഥത്തിൽ ഒരു IT മന്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ IT സംരംഭമായിട്ടുള്ള ടെക്നോ പാർക്കിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നില്ലേ? ടെക്നോ സിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നില്ലേ? ഇവിടെ പുതിയ IT സംരംഭങ്ങൾ വരുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നില്ലേ? അങ്ങനെയൊന്നും ചെയ്യാത്ത, ഈ നാടിന് വേണ്ടി നയാ പൈസയുടെ പണിയെടുക്കാത്ത, യാതൊരു ഗുണദോഷവും ചെയ്യാത്തതായിട്ടുള്ള ഒരാൾ സമ്പത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ, പണത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ താനൊരു ശതകോടീശ്വരനോ ബഹുശതകോടീശ്വരനോ ഒക്കെയാണ്, ആളുടെ വോട്ടെല്ലാം വിലയ്ക്ക് മേടിക്കാം, ആളെ എല്ലാം വിലയ്ക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് പുതിയൊരു തന്ത്രമൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്ന അദ്ദേഹത്തെ നാട്ടുകാർക്കും അറിയില്ല, വീട്ടുകാർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല, BJPക്കാർക്കും അറിയില്ല, ഇനി RSSകാർക്ക് പോലും അറിയില്ല. അദ്ദേഹമാണ് പോലും തൻ്റെ മുഖ്യ എതിരാളി എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണ് ഒരുതരം ഈ കഞ്ഞിക്കുഴി തന്ത്രം എന്ന് പറയുന്നത്. ഈ കഞ്ഞിക്കുഴി തന്ത്രം പയറ്റാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരെ ഇപ്പോൾ ശ്രമിക്കുന്നത്. നാട്ടുകാർക്ക് പുള്ളി കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്.